ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരിത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൊമെൻറ്റ് കിട്ടുന്നില്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഇത് ഇങ്ങനെ അങ്ങനെ അത് ഏതെങ്കിലും ഒരു ജോക്കൊക്കെ പറഞ്ഞ് വളരെ കംഫർട്ടബിൾ സോണിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെടുത്ത് അതിനകത്ത് ഒരുപാട് നന്ദി. ഒരു കാര്യം മനസ്സിലായി, നല്ല ക്ഷമമാണ് ഈ പഠിക്കുന്നത് മനസ്സിലായി ഞങ്ങൾക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു കലയാണല്ലോ. ഇനി അടുത്ത ഒരു കല്യാണം ഞങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു ഇത് ഞങ്ങളുടെ പ്രതീക്ഷിക്കുക. ഇതിൽ സ്റ്റിൽ ഫോട്ടോ എടുത്ത് ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ഇടയ്ക്ക് ടെൻഷൻ ആവുണ്ടായിരുന്നു. ഞങ്ങളുടെ വരുന്ന ഒരു ചെറിയൊരു പൊസിഷൻ ചേഞ്ചിങ്സ് ഉണ്ട്. പക്ഷെ ആളൊന്നും കാര്യമാക്കാതെ വീണ്ടും അടുത്തൊരു ഫോട്ടോ നന്നായിട്ട് എടുക്കാൻ വേണ്ടി ആൾ വെയിറ്റ് ചെയ്ത് നല്ല മെമ്മറബിൾ ആക്കിയിട്ടുള്ള ഫോട്ടോസാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇനി ഇപ്പോൾ ഈ ഈവൻ്റ് ഫോട്ടോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കല്യാണത്തിന് ഫോട്ടോപ്പിടിയിൽ വന്ന ഫോട്ടോഗ്രാഫറുടെ പട്ടും പാവൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പട്ടാളക്കാരെക്കാളും കടുപ്പാണ് കഴിഞ്ഞു. അവരെന്ത് പറയണോ അത് ഈ വീട്ടിലുള്ള ആൾക്കാർ ചെയ്യണം. വീട്ടിലെ ആൾക്കാർക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അടുത്തത് എന്ത് വേണമെന്നുള്ളതെന്ന് അറിയാണ്ടായിരുന്നു നിൽക്കുമ്പോൾ അങ്ങോട്ട് നീങ്ങി ഭയങ്കര അവരൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഫോട്ടോഗ്രാഫർമാരൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇല്ല കംപ്ലൈൻറ്റ് നന്നായിട്ട്. നല്ല പ്രൊഫഷണലാണ് വർക്ക്. ഞാൻ മീഡിയ ഫീൽഡിൽ ഇപ്പോൾ ഒരു 6 വർഷമായിട്ടുണ്ട്. ഞാൻ മ്യൂസിക്കാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് മ്യൂസിക് വീഡിയോസും കാര്യങ്ങളായിട്ട് എനിക്ക് നിറയെ വർക്കുകൾ ഞാൻ വേറെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോസിന്. പക്ഷെ ഞാൻ നെറ്റിൽ കണ്ടിട്ടാണ് നമ്മൾ, പിന്നെ വേറൊരു റെഫറലും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ വർക്ക് നമ്മുടെ സമ്മതത്തിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ നല്ലൊരു വർക്കായിരുന്നു. അതിൻ്റെ വീഡിയോസ് ആണെങ്കിലും മോണ്ടേജ് ഷോർട്സ് ആണെങ്കിലും ദ ഔട്ട്പുട്ട് ഈസ് സോ ഗുഡ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും.